ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്ന് പാകിസ്ഥാന് നാവികസേനയുടെ മുന്നറിയിപ്പ്. സേന അഭ്യാസ പ്രകടനം തുടരുന്നതിനിടയിലാണ് നാവികസേനയുടെ സന്ദേശം. വെടിനിർത്തൽ കരാർ പാക് നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ മൂന്ന് സേനകളും സജ്ജമായി. ശക്തമായ തിരിച്ചടി ഉടൻ നൽകുമെന്ന ആവശ്യം BJPയിലും ശക്തമാക്കുകയാണ്. അറബിക്കടലിലേക്ക് വാർഷിക അഭ്യാസ പ്രകടനമാണെങ്കിലും നാവികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനോടുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ്. യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിൻ്റെ സ്വഭാവം ഏതു നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകുന്നത്. അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേന തലവൻ ദിനേശ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. പ്രകോപനമുണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽമാർഗമായിരിക്കുമെന്നാണ് സേന പറഞ്ഞു വയ്ക്കുന്നത്. 85 നോട്ടിക്കൽ മൈൽ അകലെ പാക് നാവികസേനയും സമാന അഭ്യാസ പ്രകടനത്തിലാണ്. നാളെ വരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട്. റഫേൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി UPയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതിനിടെ രുദ്രയടക്കം LLH ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയും വ്യോമസേനയും അനുമതി നൽകി. സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു. കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നതെന്തെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് പിന്നാലെ BJPയും ഉയർത്തി തുടങ്ങി. പ്രധാനമന്ത്രിയും അമിത്ഷായും തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ, ചെയ്തു കാണിക്കണമെന്ന് ബംഗാളിലെ BJP നേതാവ് ദിലീപ് ഘോഷ് ആവശ്യപ്പെട്ടു. അതിർത്തിയിലെ സാഹചര്യം പ്രതിരോധ, ആഭ്യന്തര, വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഇതുവരെയുള്ള ഇടപെടൽ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി വൈകിട്ട് ചേരും. തിരിച്ചടി വൈകുന്നതെന്തെന്ന ചോദ്യം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു. അതേസമയം തിരിച്ചടിക്കുള്ള കർമ്മ പദ്ധതി സൈന്യം തയ്യാറാക്കുകയാണ്. സാഹചര്യവും സമയവും നോക്കി ശക്തമായ മറുപടി നൽകുമെന്നാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.